ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാത്രമുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദിവസം എല്ലാവരും ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇൻഫർമേഷൻ ഒത്തിരി അവൈലബിളായി ഈ കാലത്ത്. ഞാൻ അതിശയിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ എനിക്കൊരു ആളിനെ അറിയാം. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ അവിടെ സ്ഥാപനം നോക്കുന്നത്. അദ്ദേഹം പ്രായമായി നാട്ടിൽ പോയി. 2 മക്കളുണ്ട്. അവർ ഓരോ വർഷം വന്ന് കച്ചവടം നടത്താൻ പോകും. അപ്പോൾ അതിലൊരാൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ 2-3 തമാശയൊക്കെ പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ച റെസ്പോൺസ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പയ്യനാണ്, നിങ്ങളുടെ പ്രായം പോലും കാണത്തില്ല, അച്ഛൻ ഒന്ന് ചിരിക്കും, കുറച്ച് ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒക്കെ ഉണ്ടാകട്ടെ. നല്ല മലയാളം പോലും പറയാൻ അറിയാത്ത ആളാണ്. ഈ വടക്കൻ കേരളത്തിലെ മലയാളം പറയുന്ന ആളാണ്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഗതി എന്താണെന്ന് അറിയാവുന്ന, വീട്ടിൽ ഇതെങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ അറിയാമോ എന്നറിയില്ല. അതങ്ങനെ ഇരിക്കട്ടെ. ദൈവത്തിന് സ്വാഗതം. ഞാൻ ആ ഇൻഫർമേഷനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ചിലർക്ക് ഷെയർ ചെയ്തൊരു വസ്തുതയുണ്ട്. പീഡോഫീലിയ എന്ന് പറയുന്നൊരു സംഗതി സാർവത്രികമാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ആദ്യത്തെ ചൂട് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണെന്ന് പറഞ്ഞു. പീഡോഫീലിയ എന്താണെന്നറിയാം? പ്രായപൂർത്തിയായ ഒരാൾക്ക് പ്രായം കുറഞ്ഞ എന്ന് പറഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന ലൈംഗിക ആസക്തി. മനസ്സിലായോ? പ്രായപൂർത്തിയായ ഒരാൾക്ക് കുട്ടികളോടുണ്ടാകുന്ന ലൈംഗിക ആസക്തി. അത് വളരെ പ്രായം കുറഞ്ഞതുപോലും ഉണ്ടാവട്ടെ. എന്ന് പറഞ്ഞാൽ അതിന് അനുവദിക്കുന്ന ഒരു മതവും ഉള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. മതം അതിന് വളരെ കുറഞ്ഞ പ്രായത്തിൽ, എന്ന് പറഞ്ഞാൽ വളരെ മാസങ്ങൾ പ്രായമുള്ളതിനെ പോലും അനുവദിക്കുന്നൊരു സംഗതിയാണ്. ഇതൊരു രോഗമാണെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. എന്ന് പറഞ്ഞാൽ വഴി ക്ലിയറാക്കിക്കൊണ്ട് വരിക. ഞാൻ ഒരു നിലപാടിന് വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ഇതിനകത്ത്. കാര്യം, നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിശ്വാസികൾക്കൊരു നിലപാടുണ്ടാകണമല്ലോ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലപാട് എല്ലാ കാര്യത്തിലും നമുക്ക് ഈ കാര്യത്തിലും ഉണ്ടായിരിക്കണം. രോഗമായിക്കോട്ടെ, എനിക്ക് ആഗ്രഹമുള്ള 2 കാര്യങ്ങളുള്ളൂ ഇത് രോഗമാക്കി പരിഗണിക്കുമ്പോൾ. ഒന്ന്, എല്ലാ രോഗത്തെയും പോലെ രോഗി സ്വയം പറയണം എനിക്ക് ഈ രോഗം ഉണ്ടെന്ന്. രണ്ടാമത്തെ വസ്തുത, സമൂഹത്തിന് പ്രശ്നമുണ്ടാകുന്ന രോഗമുള്ളവരെല്ലാം നമ്മളെന്താ ചെയ്യുന്നത്? ഐസൊലേറ്റ്. ഈ നമുക്കറിയാമല്ലോ, ഭ്രാന്ത്, ചെറിയ ഭ്രാന്തൊക്കെ ആണെങ്കിൽ ചിലപ്പം വീട്ടിൽ തന്നെ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ വല്ലപ്പോഴൊക്കെ അക്രമാസക്തരാവുകയോ ചെയ്യുന്നവരെന്ത് ചെയ്യുന്നത്? അവർ ഐസൊലേറ്റ് ചെയ്ത് തടങ്കലിലോ അല്ലെങ്കിൽ അതുപോലെ കെയർ കിട്ടുന്ന സ്ഥലത്തേക്ക് ആക്കി പാർപ്പിക്കും. അല്ലെങ്കിൽ ഈ സ്പൈക്സ് വരുന്ന സമയം അത് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കത്തക്കുള്ള സ്ഥലത്തേക്കൊക്കെ എത്തിച്ച് അവിടെ തന്നെ പാർപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം. പിന്നെ ഇവർ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഈ രോഗം ഒരിക്കലും മാറത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവർ ലൈഫ് ലോങ് പൊതുജനത്തിന് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ സ്വയം ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് ജീവിച്ചു പോകണം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പക്ഷെ അത്രേ ആകാവൂ. അല്ലാതെ ഇവരെ അഴിച്ച് പുറത്തോട്ട് വിടുന്നൊരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും എത്തരുത്. സിജോ സംസാരിച്ച പല വിഷയങ്ങളും ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അതുപോലുള്ള 1-2 കാര്യങ്ങളാണ്. ഞാനിന്ന് ഉപവാസത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ. നമ്മളിത് ഉപവാസത്തെക്കുറിച്ചല്ല, അത് സ്ഥിരമായിട്ട് നമ്മളിവിടെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നടക്കുന്ന നമ്മൾ ലെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഉപവാസം എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്ക, യാക്കോബായ മുതലായ സഭകളെല്ലാം അനുഷ്ഠിച്ചു വരുന്ന ഒരു ഉപവാസം ക്രിസ്തീയ വിശ്വാസികളെല്ലാം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം സഭകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഉപദേശത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. 50 നോമ്പെന്നും 40 നോമ്പെന്നും ഒക്കെ പറയുന്ന 2 വിധത്തിൽ നടക്കാറുണ്ട്. ഈ 50 വന്നത് 50-മായിട്ട് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് അറിവുള്ള എന്തെങ്കിലും ഉണ്ടോ? പെന്തക്കോസ്. ഇതാണ് അതിൻ്റെ ഒരു വഴി. ന്യായമായിട്ടും പെന്തക്കോസ് സന്തോഷത്തിൻ്റെ അവസരമാണ്. തുടക്കത്തിൽ അത് സന്തോഷത്തിൻ്റെതായ ഒരു 50 ദിവസങ്ങളായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ
AD 330 ആദ്യമായിട്ട് ഇത് നോമ്പായിട്ട് ചെയ്തതിൻ്റെ രേഖ ഉള്ളത്. നിഖ്യ സുന്നകദോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളിലെ നേതാക്കന്മാരെല്ലാം കൂടെ കൂടി കുറേ തീരുമാനങ്ങൾ എടുത്ത സ്ഥലം. ചിലർ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ, മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ ആ സുന്നകദോസിലാണ് യേശുവിനെ ദൈവമാക്കി തീരുമാനിച്ചതെന്ന്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾ കണ്ണു അടച്ചാൽ അതിനെ നിരാകരിച്ചേക്കണം. കാര്യം അവിടെ തീരുമാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല. അതുപോലെ ഈ ഉപവാസത്തെക്കുറിച്ചും അവിടെ തീരുമാനിച്ചൊന്ന് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പല സ്ഥലത്തും എഴുതിപ്പോലും ഞാൻ കണ്ടു. ശരിയായ ഒരു രേഖകളുമില്ല. അവിടെ അതിനെക്കുറിച്ച് സംസാരം വന്നു, പക്ഷേ ഒരു രേഖയും അവർ അതിനായിട്ട് പ്രത്യേകിച്ച് രേഖ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു നിയമമാക്കി ഒരിടത്തും കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ കത്തോലിക്ക സഭ പോലും അന്ന് അവിടെ നിന്ന് ഇതൊരു നിയമമാക്കിക്കൊണ്ടല്ല പോയത്. പിന്നീട് ഇത് ആചാരമായിട്ട് വന്നതാണ്. അതിലും പല വിധത്തിലായ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ 3 മണി വരെ സമയം പറഞ്ഞിട്ടുള്ളവരുണ്ട്. അത് എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് 3 മണി വരെ ആഹാരപാനീയങ്ങളൊന്നും കഴിക്കാതിരുന്നതിന് ശേഷം ലളിതമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന രീതിയുള്ളതുണ്ട്. ഇനി സമയം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഭക്ഷണത്തിൽ മത്സ്യം ഉൾപ്പെടുത്തുന്ന കൂട്ടരുണ്ട്. പിന്നെ ഞായറാഴ്ച ഇതിനകത്ത് നോമ്പെടുക്കാത്തവരുണ്ട്, നോമ്പെടുക്കുന്നവരുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ വ്യത്യാസങ്ങൾ ഇതിനകത്തെല്ലാം വന്നിട്ടുണ്ട് കാലക്രമേണ. അത് ഓരോ സഭയും അവരുടെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുത്തതനുസരിച്ച്. ഇനി അലക്സാണ്ട്രിയയിലെ ബിഷപ്പാണ് ഇതിൻ്റെ ആദ്യത്തെ രേഖയുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹമാണ് ഈ നിർദ്ദേശം കൊടുത്തതെന്നുള്ളത് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞ ഓർമ്മയുടെ കാര്യം, അന്ന് ഏറ്റവും ആദ്യം 320 330 ആ സമയത്തൊക്കെ, 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെ 4 വലിയ സുന്നകദോസ് പോലെ, സുന്നകദോസ് 4 വലിയ ഇടവകകളായിട്ട് അല്ലെങ്കിൽ ഏരിയകളായിട്ട് വിഭാഗിച്ച് ഓരോന്നിനും ബിഷപ്പുമാരുണ്ടായിരുന്നു. അതിൽ അലക്സാണ്ട്രിയൻ ബിഷപ്പാണ് ഇതിനെക്കുറിച്ച് നിർദ്ദേശം കൊടുത്തതായിട്ട് രേഖ കാണുന്നത്. പിന്നീട് വന്ന മാറ്റങ്ങളനുസരിച്ചാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരുപാട് രൂപാന്തരങ്ങൾ. ഉപവാസത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് ഉപവാസം വേണേ വേണ്ട എന്നുള്ളത്. 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഉപവാസം പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണമെന്ന വേദപുസ്തകം കൃത്യമായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇന്ന ഭക്ഷണം ആകാവുന്നു, ഇന്ന ഭക്ഷണം ആയിക്കൂടാന്ന് ഒരു സ്ഥലത്തും വേദപുസ്തകം പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, എത്ര ദിവസം എടുക്കണമെന്ന്, 3, 7, 5, 21 ഒന്നും വേദപുസ്തകം കൃത്യമായിട്ട് ഇത്ര എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു മര്യാദ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. അപ്പോൾ ഗുരുവിനോളം ആകുന്നത് ശിഷ്യന് മതി എന്നുള്ള ആ ഒരു ബന്ധത്തിൽ 40-ൽ കൂടുതൽ സാധാരണ ആരും എടുക്കാറില്ല. ഇത് അറിഞ്ഞുകൂടാത്തവർ 41 വരെ ചെയ്യാറുണ്ട്. ശകലം കയറി നിൽക്കട്ടെ എന്നുള്ള താല്പര്യമുള്ളവർ. അത് ഈ അറിവില്ലാത്തത് കൊണ്ടാണ്. ചെയ്തിട്ടുള്ളവരെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സാർ. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മൾ പുകഴ്ച നമുക്ക് പലപ്പോഴും ഉണ്ട്. നമ്മൾ സ്വയം പുകഴാറുണ്ട്. യേശുക്രിസ്തുവിനോടും ഒക്കെ പലരും വന്ന് പലതും ചോദിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കുറ്റം പറയാൻ ശ്രമിച്ചവരുണ്ട്. അത് രണ്ടും കൂടെ ഞാൻ ഒന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആധാരമായിട്ട് വേണമെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിലെ 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കും. ദൈവത്തിന്റെ ആത്മാവുകൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഒരു ശകലം എന്തോ വിട്ടുപോയിട്ടുണ്ടോ? നാമല്ലോ പരിച്ഛേദനക്കാർ. പരിച്ഛേദന എന്താന്ന് മനസ്സിലായോ? എന്താണ്? കേൾക്കുന്നുണ്ടോ? ആ വാക്ക് വേണമെന്നുള്ള വായിച്ചു. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. മതി.
പ്രശംസ എവിടെ ആയിരിക്കണം? ഞാനിതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുതെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതാണെന്നൊക്കെ തോന്നും. അതെടുക്കണ്ട, തോന്നിയാൽ. അതല്ല എൻ്റെ ഉദ്ദേശം. പ്രശംസ എന്തായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അത് തന്നെയായിരിക്കണം നിങ്ങളുടെയും ചിന്ത. ഈ പ്രശംസയെക്കുറിച്ച് പറയുമ്പോൾ ദോഷമായ പ്രശംസകളെക്കുറിച്ച് ഒന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനൊരു ഉദാഹരണം നമുക്ക് എടുക്കേണ്ടി വരുന്നത്. അതിനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ മനസ്സിൽ ഞാൻ വായിച്ചത്, യേശു ക്രിസ്തുവിനോട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ, പരീശന്മാരും യഹൂദന്മാരും, ഈ 3 പേരും വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാരെന്താണ് ഉപവസിക്കുക? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. കാര്യം യേശു പറഞ്ഞ മറുപടിയുണ്ട്. ഇപ്പോൾ മണവാളൻ കൂടെ ഉള്ളതുകൊണ്ട് തോഴ്മക്കാർ ഉപവസിക്കേണ്ട കാര്യമില്ല. മണവാളൻ അവരെ വിട്ടു പോകുന്ന സമയം വരെ അന്നേരം അവർ ഉപവസിക്കുമെന്നും പറഞ്ഞു. നമ്മൾ സാധാരണ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വായിക്കാറുള്ള ഒരു വചന ഭാഗം കൂടെയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് എന്താ, യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് എന്താ പ്രശ്നം? ന്യായമായിട്ടും യേശുവിനോടൊപ്പം കുറച്ച് ശിഷ്യന്മാരുള്ളതും അവർ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ കേട്ട് ജീവിച്ചു പോകുന്നതും അല്ലേ തീർച്ചയായിട്ടും സന്തോഷമുള്ളത്? അത് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താലേ ഒക്കെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ശിഷ്യനാണെന്ന് പറഞ്ഞ് നീ നടക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഈ ഒരു ദിവസം പട്ടിണി കിടക്കുന്ന പോലെ നിനക്ക് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല എന്നാൽ ന്യായമായിട്ടും അങ്ങനെ അന്ന് ആ സഭ വിട്ട് ഈ സഭയിലോട്ട് അങ്ങ് ചേരുമല്ലോ. ഇത് ഒന്നും ചെയ്യത്തില്ല, പിന്നെന്താ സൈഡിൽ നിന്നുകൊണ്ട് ഇവനെ കുറ്റം പറയണം. ഇതേ ഉള്ളൂ ഉദ്ദേശം. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പദപ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, സഹോദരൻ. നമ്മൾ ക്രിസ്തുവിൽ സഹോദരന്മാരെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ഒരപ്പൻ്റെ മക്കള് ഒരു രക്തത്തിൽ ജനിച്ചവരാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, വീണ്ടും ജനിച്ചവരായതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൽ സഹോദരന്മാരാകുന്നത്. ഇതാകാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സാധാരണ സഭകളിലെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ സഭയിലൊരു പാസ്റ്റർ മാറിപ്പോയെന്നിരിക്കട്ടെ, നാട്ടിൽ നിന്ന് 18 വയസ്സ് തികഞ്ഞ് അല്ലെങ്കിൽ കഷ്ടിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ച് തീർന്ന് 21 വയസ്സായ ഒരാളെ കൊണ്ടുവന്നാക്കിയാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ കൂടെ ഇരുന്ന് 18 വർഷം ആരാധിച്ച ഒരാളിനെ ഇവിടെ നിന്ന് എടുത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, പാസ്റ്ററാക്കരുത്. കൂട്ടു സഹോദരൻ ഒരു ദിവസം ലീഡ് ചെയ്യാൻ വന്നാൽ പോലും പ്രയാസമുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് ഇവിടുത്തെ പ്രശ്നത്തെക്കുറിച്ചല്ല ഞാൻ ഇനി പറഞ്ഞ കേട്ടോ. നമ്മൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പറയാനൊക്കത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഈ ഇത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് മാത്രമാണ്. സഹോദരനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നത് കൂട്ടു സഹോദരൻ നിമിത്തമാണെന്നുള്ള തോന്നലുള്ള എത്ര പേരുണ്ട്? ശരിയായിരിക്കും കാര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലാന്നൊന്നും പറയുന്നില്ല. നെഹമ്യാവിന് പണി നടക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? ആ കൂട്ടം മൊത്തം സഹകരിച്ചേ വെക്കൂ, അല്ലേ? അതിന് നെഹമ്യാവ് പരാതിയല്ലോ പറഞ്ഞു? ഒരു പരാതിയും പറഞ്ഞില്ല. ഇനി ഞാൻ വളരെ സന്തോഷമായിട്ട് വായിച്ചിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത ഒരാളിനെ വേദപുസ്തകത്തിൽ കാണാൻ പ്രയാസമാണ്. ആദ്യമേ അറിയാം പ്രശ്നം എവിടാണ്, എന്താ പ്രശ്നമെന്നും അറിയാം. ഇവിടെ എല്ലാം വളരെ പ്രശ്നമായിട്ട് മതിലെല്ലാം തീ വെച്ച് ചുറ്റും വെന്തും കിടക്കുകയെന്ന് നെഹമ്യാവിന് നന്നായിട്ട് അറിയാം. ഇതറിഞ്ഞിട്ടാണ് വിഷമിച്ച് പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വന്ന് പണി നടക്കേണ്ട എല്ലാ സ്ഥലങ്ങളും രാത്രി ആരും അറിയാതെ ചുറ്റിക്കണ്ടു. ആരോടും ഒന്നും പറഞ്ഞില്ല. ന്യായമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും വന്ന് ആ പണി നടത്തിയ ഒത്തിരി പ്രമുഖരും ഉണ്ട്, പലരും ഉണ്ട്. അവരോട് ആരും കണ്ടു പറയണ്ട, ഹനാനി വന്ന് പറഞ്ഞു, ഇവൻ ഹനാനിയുടെ ആളാണ്. ഈ പറഞ്ഞേച്ച് അങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ പുറകെ ഇവൻ 4 ഇടത്ത് കയറി പറയും, ഹനാനിയുടെ വാലും പിടിച്ചുകൊണ്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്, സൂക്ഷിച്ചോണം. മനസ്സിലായ? ഇന്ന് വാർത്ത പറയാനൊക്കത്തില്ല. പണ്ട് പൗലോസിനൊക്കെ എഴുതാമായിരുന്നു. നമുക്ക് ഇന്ന് വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത ഉപയോഗിച്ച് എഴുതാൻ പറ്റത്തില്ല. ക്ലോവയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു, ഇവിടെ അവിടെ ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞറിഞ്ഞു. ഇപ്പോൾ ക്ലോവ വന്ന് പറയും, പക്ഷേ പറയിക്കഴിഞ്ഞിട്ട് കൂട്ടത്തിൽ കൂടെ ചേർക്കും, ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത്.
ഞാൻ ഈ വാർത്ത വെച്ചുകൊണ്ട് സ്വയം പുഴുങ്ങി തിന്നു. ഇവിടെ ആ പ്രശ്നമല്ല കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആരും ഇങ്ങനെ ഒന്നും പറയാറില്ല. എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഇൻഫർമേഷൻ വേണ്ടാന്ന് ഞാൻ നേരത്തെ പറയാറുണ്ട്. പലതും അറിയാതെ പോകാറുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടൊന്നും നമുക്കൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. നമ്മളൊരു പണിക്കായിട്ട് ഇറങ്ങുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇൻപുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മളുടെ നോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കാല് വെച്ച് പിന്നെ എപ്പുറത്തോട്ട് നോക്കും. ബാക്കി 16 പേരും ഒരു കാല് വെച്ചാലേ പിന്നെ അടുത്ത എന്ത് ചെയ്യും, എൻ്റെ മറ്റേ കാലിഞ്ഞോട്ട് അങ്ങനെ വേദന ഇല്ലാതെ ആരും തിന്നണ്ട എന്നുള്ളതാണ് നമ്മുടെ വിചാരം. നമ്മുടെ ഇപ്പോഴും പ്രതിഫലം സ്വർഗത്തിൽ നിന്നാന്നുള്ള ഒരു ചിന്തയൊന്നും നമുക്കൊരിക്കലും ഇല്ല. ഈ ഉപവസിക്കുന്ന എന്തിനാ നീ ഉപവസിച്ച് ഇത്രയും ദിവസവും? അവിടെ ഉപവസിച്ച് നീ ദൈവനാമത്തിൽ ചെയ്ത കാര്യത്തിന് ഇവിടെ വന്ന് ഈ പരാതി പറയേണ്ട ആവശ്യം എന്തുവാ? നമ്മൾ പുകഴ്ചയ്ക്ക് ഉപയോഗിക്കേണ്ട ഇത്തരം കാര്യങ്ങളല്ല. വിശ്വാസ സമൂഹത്തിൽ നമ്മൾ ഒരു സംഗതിയും പുകഴ്ചയ്ക്കായി ഉപയോഗിക്കേണ്ട കാര്യമല്ല. നമ്മൾ ജനിച്ച സ്ഥലം നമുക്ക് പുകഴ്ചയ്ക്ക് വകയുണ്ടോ? ഇല്ല. സന്തോഷത്തിന് വകയുണ്ട്, ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. പുകഴ്ചയ്ക്ക് ഒരു വകയുമില്ല. കാര്യം നമ്മുടെ തിരഞ്ഞെടുപ്പായിരുന്നു. ഇന്ന വീട്ടിൽ ജനിക്കണമെന്ന് താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ സമ്പന്നമായിട്ടുള്ള ഒരു വീട്ടിൽ സന്തോഷമായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത എത്ര പേരുണ്ട്? ആരും കാണത്തില്ല. നമ്മുടെ ജനനം, നമുക്ക് ലഭിച്ച ബാല്യകാലത്ത് ലഭിച്ച പരിചരണം, അത് നല്ലതോ ചീത്ത എന്തോ ആയിക്കോട്ടെ, പലപ്പോഴും മോശമായ ഒരു സാഹചര്യം കൊടുക്കാൻ നമുക്കിപ്പോഴും പ്രയാസമാണ്. കുട്ടികൾ ഒരു ടീനേജിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ആകേണ്ട വിധത്തിൽ നമ്മളവരെ വളർത്തിയില്ലെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തവരാകും. ഇന്ന് എന്തുകൊണ്ടാണ് ഒരു ചെറിയ തീരുമാനം എടുക്കാൻ പോലും കഴിയാതെ അവർ ഗൂഗിളിലോട്ടോ അല്ലെങ്കിൽ പുതിയ AI-ലോട്ടോ ചാറ്റ് ചെയ്യുന്ന കാര്യം എന്താ? ഏതൊരു കാര്യത്തിനും അവർ ഈ ചോദ്യങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഏത് സംഭവം ഉണ്ടാകുമ്പോഴും വരുന്ന ചോദ്യങ്ങൾ, ഗൂഗിളിൽ ഓരോ ദിവസവും വരുന്ന ചോദ്യങ്ങളുടെ അതിൻ്റെ എണ്ണവും ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ വഴിയുണ്ട്. ഓരോ ദിവസവും ഇതുപോലുള്ള ചോദ്യങ്ങൾ ചുമ്മാ വന്നുകൊണ്ടിരിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും ചോദ്യങ്ങളായിട്ട് അവർ ഈ മീഡിയയിലോട്ട് കൊടുക്കുക. കാര്യം അതല്ലാതെ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അവരവരെ കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് പ്രശംസിക്കണം, എന്തിനെക്കുറിച്ച് പ്രശംസിക്കരുത്. ഇപ്പോൾ ഉപവാസം എടുത്താൽ അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതില്ലാതെ ഒരുത്തിനും നന്നാകത്തില്ല എന്നുള്ളൊരു തോന്നലും കണ്ടല്ലേ? അല്ല, അതിലും വലിയവനുണ്ട് ഇവിടെ. യോഹന്നാനേക്കാൾ വലിയവൻ ഇപ്പുറത്തുണ്ടെന്നുള്ള ബോധ്യമെങ്കിലും ഉണ്ടാകണമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ദൈവത്തിന് സ്തോത്രം. നമുക്കും ഉണ്ടാകേണ്ടതാണ്. നമുക്ക് ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ ഈ ജീവനുള്ള ദൈവം സകല മനുഷ്യരുടെ ദൈവമാണ്. ആ ദൈവം എല്ലാവർക്കും ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നിട്ടും ഒരു നയമാനേ ദൈവത്തിന് കിട്ടിയുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ കേട്ടവരെന്തോ ചെയ്ത്? യേശുക്രിസ്തു ഇത് പറഞ്ഞപ്പോൾ കേട്ടവരെന്തോ ചെയ്ത്? പിതാക്കന്മാർ ചെയ്തത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യം യേശു പറഞ്ഞതേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ കേട്ടവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അവർ കല്ലെടുത്തു. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് 2:18 വായിച്ചു. ഞാൻ ഈ പറഞ്ഞ ഭാഗം ആ ഭാഗത്തിൻ്റെ ഒരു വാക്യമാണെന്നുള്ളതേ ഉള്ളൂ. അവൾ വന്ന് അവനോട്, യോഹന്നാന്റെ പരീക്ഷന്മാരുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മതി. ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപവാസം വിശ്വാസികൾക്ക് വേണ്ട എന്ന് തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ള ആൾക്കാരുമുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉപവസിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനം എടുക്കാവുന്നതേ ഉള്ളത്. ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞത് മണവാളൻ കൂടെ ഇല്ലാത്തപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കും എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം വസിക്കുന്ന പരിശുദ്ധാത്മാവല്ല അത്. അക്ഷരാർത്ഥത്തിൽ ദേഹരൂപത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യനോടൊപ്പം വരെ വസിച്ച ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് മണവാളൻ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വരുന്നതാരാണ്? മണവാളനായ യേശുക്രിസ്തുവാണ് അല്ലേ? നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ യേശുക്രിസ്തു നമ്മളെ സ്വീകരിക്കാൻ ഇങ്ങോട്ട് വരണോ?
അതിനെക്കുറിച്ചല്ല യേശുക്രിസ്തു അവിടെ പറഞ്ഞേക്കുന്നത്. ആ വാക്ക് തന്നെ പ്രസക്തമാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് വളരെ കൃത്യതയോടെയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇനി 1 തെസ്സലോനിക്കർ 2:19 വായിച്ചു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസകീടമോ ആരാകുന്നു നിങ്ങളറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുന്നു, ഞങ്ങളുടെ പ്രശംസ ആരാണ്? നിങ്ങളല്ലയോ? പൗലോസിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ബോധ്യം, പൗലോസിൻ്റെ അപ്പോസ്തലത്വം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം. നമ്മളിത് ഒത്തിരി ആവർത്തിക്കുന്ന വസ്തുതയാണ്, എന്നാലും പറയാം. അപ്പോസ്തലത്വം ചോദ്യം ചെയ്ത സമയങ്ങളുണ്ട്. ആ ചോദ്യം ചെയ്ത സമയത്ത് ഒരു തവണ മറുപടി എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ ചേർത്തു, ഞാൻ യഹൂദനിൽ നിന്ന് ജനിച്ച യഹൂദൻ, ഞാൻ ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വംശവും അവൻ്റെ വിദ്യാഭ്യാസവും. നമ്മുടെ ഇടയിൽ ഒരു ശുശ്രൂഷകൻ വന്നാൽ നമ്മൾ ആദ്യം അറിയുന്ന, അദ്ദേഹം പറഞ്ഞു തന്നെ അറിയുന്ന 2 കാര്യങ്ങളാണ്. ഇത് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ആര് പറയുന്നത്? പൗലോസ് പറയുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ വാക്കുകളുടെ പ്രത്യേകത കൊണ്ടല്ല, യേശുക്രിസ്തുവിനെ മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ സുവിശേഷിച്ചു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. യേശുക്രിസ്തുവിനെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കലും പൗലോസ് എന്ന തന്നെക്കുറിച്ച് പോലും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വസ്തുത പോലും പൗലോസ് പറഞ്ഞിരുന്നില്ല. തന്നെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായപ്പോഴാണ് ഈ കാര്യം അവരടുത്ത് പറയേണ്ടി വന്നു, അല്ലെങ്കിൽ പറഞ്ഞത്. ഈ പൗലോസ് പറയുന്നത് എൻ്റെ പുകഴ്ച എന്താണ്? അപ്പോൾ തനിക്ക് പുകഴാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ക്രിസ്തു നിമിത്തം തന്നിൽ ക്രിസ്തു പ്രവർത്തിച്ചത് നിമിത്തം കൂട്ടിച്ചേർക്കപ്പെട്ട ദൈവമക്കളാണ് ആരുടെ പുകഴ്ച? ദൈവത്തിന് സ്വാഗതം. യാക്കോബ് 3:14 വായിച്ചു. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായ പ്രശംസയ്ക്ക് ഭോഷ്ക് പറയുകയരുത്. ഇനി 4:16 നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരം ഉണ്ടാകുമ്പോഴേ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഇനി നേരിട്ട് പറയാൻ വയ്യെങ്കിൽ ആ പിടിച്ചു മാറ്റി കഴിയുമ്പം പറയും, ഞാൻ ആരാന്ന് അവന്. ആ വമ്പിൻ്റെയൊക്കെ ചെറിയ ഐറ്റങ്ങളാണ്. ചെറിയൊരു തർക്കം വരുമ്പോഴേ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പുതിയ മനുഷ്യൻ. വികാരമാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമുക്ക് വരാത്തൊരു വികാരത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇയാൾ വന്ന കാലം മുതൽ ചെയ്ത സകല വൃത്തികേട് നമ്മുടെ മുമ്പിൽ അങ്ങ് തെളിയും. ഇത് നമ്മുടെ മേളിൽ ഇറങ്ങേണ്ട പരിശുദ്ധാത്മാവിനെ അങ്ങ് തടയുകയും ചെയ്യും. ഇത് വരുത്തി വെച്ച ആരാ? ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന 21 വയസ്സായ ആളിന് ഇതുപോലെ ലോകത്ത് ജീവിച്ച ആളല്ലേ നൂല് കെട്ടി ഇറക്കാൻ നമ്മൾ കണ്ടില്ല. എത്രയേ ഉള്ളൂ, നമ്മൾ കാണരുത്. ആ ആളിനോട് ക്ഷമിച്ച ദൈവം ഈ ആളിനോട് ക്ഷമിക്കത്തില്ലേ? അപ്പോൾ ഈ ആളിനെ നമുക്ക് ഉൾക്കൊള്ളാൻ എന്താ പ്രയാസം? പിന്നെ ഒരു പ്രയാസമേ ഉള്ളൂ, ഈ ആളിനെ ഉൾക്കൊള്ളു എപ്പോഴാണെന്നറിയാം? എൻ്റെ മോനാകുമ്പോൾ ഞാൻ ഉൾക്കൊള്ളു. ബാക്കി ഒരു സമയത്ത്. അപ്പോൾ എന്താ പ്രശ്നം രക്തമാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴും യേശുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വവും അതിന് ചെയ്യാൻ കഴിയുന്ന ശക്തിയും നിങ്ങൾ ഇതേവരെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അനുഭവം വരുന്നത്. മനുഷ്യൻ്റെ രക്തത്തെക്കാൾ ശക്തിയായി സംസാരിക്കാൻ കഴിയുന്നതാണ് യേശുവിൻ്റെ രക്തം എന്നുള്ള ബോധ്യം നമുക്ക് ഇതേവരെ വന്നിട്ടില്ല. അതിനെ ജനിപ്പിക്കാൻ കഴിയുന്നതിലും ശക്തമായ ഒരു ജനനം നൽകാൻ കഴിയുന്നതാണ് ഈ രക്തം എന്നുള്ള ബോധ്യം നമുക്ക് ഇതേവരെ വന്നിട്ടില്ല. ഈ രക്തത്തിൽ ഒന്നായിട്ട് ചേർന്നവരാണ് നമ്മളെന്നുള്ള ബോധ്യവും നമുക്ക് ഇതേവരെ വന്നിട്ടില്ല. ഇത് വന്നു കഴിയുമ്പോൾ ഞാൻ ഇനി ഒരു എളുപ്പത്തിന് വേണ്ടി പറയുക, നമുക്ക് ഓരോ പ്രയാസവും വരുമ്പോൾ നമുക്കിതുപോലെ ഇതുപോലെ തീരുമാനമെടുക്കേണ്ട സംഗതികൾ വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം. അത് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ഈ പ്രയാസമൊക്കെ അങ്ങ് മാറും. ഒരു സഹോദരൻ നമുക്ക് 2 ദിവസം കൈ തന്നില്ല,
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചു. കൈ തരാത്തതിന് പ്രതിഷ്ഠിക്കേണ്ടത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെ ആയിരിക്കണം. മക്കളെയൊക്കെ പ്രതിഷ്ഠിച്ചാൽ പിന്നെയും ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ കൂടുതൽ അങ്ങോട്ട് പോകും. ഭാര്യ ഭർത്താവൊക്കെ ആകുമ്പോൾ അവിടെ നിൽക്കും. എന്ന് പറഞ്ഞാൽ രണ്ടും പ്രശ്നമാണ്. ഭാര്യയാണെങ്കിൽ ചിലപ്പം അടുക്കളയിൽ പാത്രങ്ങൾ വീണ്ടും വേറെ വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രശ്നം എത്രയും നേരത്തെ പരിഹരിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അല്ലേ? അതുപോലെ പല കാരണങ്ങളുമുണ്ട്, എല്ലാത്തിലോട്ടും പോകണ്ട. ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് പ്രശ്നം കുറച്ചുകൂടെ എളുപ്പം പരിഹരിക്കാൻ പറ്റും. നമുക്ക് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് എല്ലായിടത്തോട്ടും കൊടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാത്ത പ്രശംസകൾ ഉണ്ടാവത്തില്ല. മനസ്സിലായോ? പ്രശംസ എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള പ്രശംസ. ഞാൻ ആരോ ആണെന്നുള്ളൊരു തോന്നലല്ലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. എന്നേക്കാൾ വലിയവനില്ല എന്നുള്ളൊരു പ്രശംസ നമുക്ക് ചിലപ്പോൾ വരാറുണ്ട്. പ്രത്യേകിച്ച് വളരെ പ്രിയപ്പെട്ട ഏരിയകളിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ, വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്ത സൗഹൃദങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ വരാറുണ്ട്. നമുക്കൊരു പരിധി വരെ കോപം പ്രകടിപ്പിക്കാം എന്നുള്ളൊരു ലൈസൻസ് പോലും നമുക്ക് പലപ്പോഴും ഇല്ലേ? അങ്ങനെ ലൈസൻസ് ഉള്ളവരുണ്ട്. അച്ഛൻ ഇച്ചിരി കോപം ഉണ്ടെന്ന് വീട്ടിലൊക്കെ, എല്ലാ വീട്ടിലും സമൂഹത്തിലും ചർച്ചിലൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്. അച്ഛൻ ദേഷ്യം വരുമ്പോൾ ഇച്ചിരി പറയും എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ കയറ്റി കൊടുക്കുക. അച്ഛൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നീ ഞങ്ങളുടെ അച്ഛനല്ല. ഇതായി സർട്ടിഫിക്കറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇയാളുടെ വിചാരം ഇയാൾ ഈ രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ അച്ഛനായില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കയറ്റുന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങളെ പുകച്ച് വെളിയിലാക്കാൻ വേണ്ടി ചെയ്യുന്ന മന്ത്രവാദം, ശുദ്ധിപ്രയോഗം. ആൾക്കാർ ഇത്തരം സംഗതികളിലൊന്നും അടിച്ച് കയറ്റരുത്. വൃത്തികെട്ട സ്വഭാവങ്ങൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ഈ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കരുത്. അച്ഛൻ ആരെങ്കിലും ദേഷ്യം വരുമ്പോൾ വേണ്ടി പറയും അത് സാർ. അപ്പോൾ എന്ത് ചെയ്യണം? 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഈ അച്ഛൻ എന്ത് ചെയ്യണം? ദേഷ്യം വരണം, ആരെങ്കിലും 2 പറയുവാണ്. ഇല്ലെങ്കിൽ ഇയാൾ അച്ഛനല്ല. ഇതിപ്പോൾ കുട്ടികളിൽ തന്നെ ചെയ്തു തുടങ്ങി. അവനങ്ങനെ അവൻ 2 ചീത്തയൊക്കെ പറയും. ചെറുതിലേ തുടങ്ങുക. ഇവിടുന്ന് പഠിച്ചാൽ നടത്തില്ല. സിനിമ നിങ്ങളും ആയിരിക്കും. വേണ്ട, പോട്ട്. ആവശ്യമില്ലാത്തടത്തോട്ടാണ് പോകുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പ്രശംസ എന്തായിരിക്കണം? ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിച്ച് ക്രിസ്തുവിലേക്ക് വന്ന ആരെക്കുറിച്ചെങ്കിലും പ്രശംസിക്കാനുണ്ടോ? അതിന് നല്ല വേദനയുണ്ടാവും. ഓരോ സമയത്തും ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ നമുക്ക് ആകാംക്ഷ ഉണ്ടാവും. ആ വ്യക്തി ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആകാംക്ഷ ഉണ്ടാവും. നമുക്ക് ചോദിക്കണമെന്ന് തോന്നും. നീ എന്നോടുള്ള പ്രയാസം കൊണ്ടാണോ വരാത്തതെന്ന് ചോദിക്കണമെന്ന് തോന്നും. അല്ലെങ്കിലോ അവൻ എൻ്റെ അടുത്ത് വെച്ചോണ്ട് കൈക്ക് വെച്ചോണ്ട് നടക്കട്ടെ, എനിക്കെന്തോ, നിനക്കെന്തോന്നല്ല, നിനക്കുണ്ട്. സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ യാഗത്തിൽ തീ കത്തത്തില്ല എന്നാണ് പറഞ്ഞത്. ഈ യാഗത്തിൽ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ തീപ്പെട്ടി ഉരച്ച് കത്തിക്കാനൊക്കത്തില്ല. മേളിൽ നിന്ന് തീ ഇറങ്ങിയേ നോക്കൂ, അവിടെ നിന്ന് പ്രസാദിച്ചേ നോക്കൂ. സൗരഭ്യവാസന അങ്ങോട്ട് ചെന്നേ നോക്കൂ. ചെല്ലുമ്പോൾ ഇത് സൗരഭ്യവാസന നമുക്കറിയാം. ഈ മാംസം കരിഞ്ഞ സ്മെല്ലൊന്നും നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. പക്ഷേ ഇത് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സൗരഭ്യവാസനയാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് കഴിക്കുന്നവൻ്റെ പ്രവൃത്തി നല്ലതാകുമ്പോഴാണ് ഇത് സൗരഭ്യവാസനയായിട്ട് സ്വർഗത്തിലോട്ട് ചെല്ലുന്നത്. ദൈവത്തിന് സ്വാഗതം. നമുക്ക് പ്രശംസിക്കാൻ വകയല്ല ഉണ്ടാകേണ്ടത്, നമ്മളെക്കുറിച്ച് വേറൊരാൾ പ്രശംസിക്കണം. ആ തെസ്സലോനിക്ക ജനത്തെക്കുറിച്ച് പൗലോസ് പ്രശംസിച്ചതുപോലെ നമ്മളെക്കുറിച്ച് പ്രശംസിക്കാൻ വക മറ്റുള്ളവർക്ക് ഉണ്ടാകണം. നമുക്ക് പ്രശംസിക്കാൻ വക മറ്റുള്ളവരിൽ ഉണ്ടാകണം. 2 എണ്ണം മനസ്സിലായല്ലോ. നമ്മളെക്കുറിച്ച് പ്രശംസിക്കാൻ മറ്റൊരാൾക്ക് വക ഉണ്ടാകണം, നമുക്ക് പ്രശംസിക്കാൻ മറ്റൊരാളിൽ വക ഉണ്ടാകണം. അതിന് നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറയണം. ആ ക്രിസ്തുവാണ് നമ്മുടെ പ്രശംസ. ദൈവത്തിന് സ്വാഗതം. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് 1:4, 2 തെസ്സലോനിക്കർ 1:4. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല പ്രതിഫലമെല്ലാം കഷ്ടങ്ങളുമെല്ലാം ഞങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തമാണ് ഞങ്ങൾ ദൈവത്തിന്റെ സഭയിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്വാഗതം. പൗലോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാണ്? അവര് സഹിഷ്ണുത നിമിത്തം. കൊരിന്ത്യ സഭയെക്കുറിച്ച് വല്ലതും പറയാനുണ്ടായിരുന്നോ? ഇല്ല, പ്രശ്നം തീർക്കാനേ ഉള്ളായിരുന്നു. 3-4 കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി, എന്നിട്ടും പ്രശ്നം തീരുന്നില്ല.
എന്നാൽ അത്ര മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. കൊരിന്തെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ആ ഒരു ദൈവം അത്രയും പൈതങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അസാധാരണ പ്രവൃത്തിയാണ്. പക്ഷേ അവരിൽ നിന്ന് പിന്നെ അടുത്തൊരു നല്ല പ്രവൃത്തിയിലേക്ക് അവർക്ക് വരാൻ ഒത്തിരി കാലതാമസം എടുക്കുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് ലോകത്തെ വിടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരെ പഴയ പ്രവൃത്തികളെ അവർക്ക് വിടാൻ കഴിയുന്നില്ല. എന്നാൽ മറ്റു പലർക്കും എന്ത് ചെയ്യുന്നു? അങ്ങനെ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളീ പറയുന്ന ഞാനൊരു കാര്യം കൂടി എൻ്റെ കൂട്ടിച്ചേർക്കാം. സഭകളെ പറയാൻ എനിക്കത്ര താല്പര്യം കുറഞ്ഞു വരിക. കാര്യം നേരത്തെ ഉണ്ടായിരുന്നൊരു ആവേശമല്ല. നമുക്കിപ്പോൾ അഭിമാനിക്കാൻ പറ്റിയ ഒരു സഭയും ലോകത്തുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനൊരു കാലത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചിലപ്പോൾ പുതിയതായിട്ട് വന്നൊരു സഭ ഉണ്ടായിരിക്കാം, അതിനെക്കുറിച്ച് ചിലപ്പോൾ അഭിമാനിക്കാൻ വകയുണ്ടായിരിക്കാം. എന്നാലും കഴിയുന്നിടത്തോളം അഭിമാനിക്കാൻ വകയില്ലാത്ത കാലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന സഭയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രത്യേകതയും ഞാനിന്ന് കാണുന്നില്ല. കാരണം എല്ലാ സമൂഹത്തിൽ നിന്നും, ഞാൻ ഈ ഒരു പേര് പറയുമ്പോൾ ക്ഷമിക്കണം, അത് പറയാൻ എളുപ്പമുള്ളതുകൊണ്ടല്ല, ആ ഉപമ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ്. കത്തോലിക്ക സഭയിൽ നിന്ന് പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുകയും ദിവസം തോറും പറ്റുന്ന സ്ഥലത്തെല്ലാം റോഡിൽ പോയി തെരുവിൽ സുവിശേഷം പറഞ്ഞ് ദിവസവും കാലം കഴിക്കുന്ന ആളിനെ എനിക്കറിയാം. ഞാൻ ആ ഒരു സഭ എടുത്ത് പറയാനുള്ള കാര്യം ആ സമൂഹത്തിൽ വളരെ അപൂർവമാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. വളരെ അപൂർവം. എനിക്കൊന്ന് ഈ ഒരാളിനെ എനിക്ക് അങ്ങനെ അറിയാവും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാ സമൂഹത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടാവും. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകാം, നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഇത് പറയുമ്പോൾ ഫെലോഷിപ്പിനെ ഇല്ലാതാക്കി പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സഭയെക്കുറിച്ചൊരു അഭിമാനമല്ല വേണ്ടത്, നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടുള്ള ഫെലോഷിപ്പാണ് വേണ്ടത്. ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്? ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് എന്നെ പോലെയുള്ള ആൾക്കാരോടാണ്. ഞാൻ അത്ര ശ്രേഷ്ഠമെന്നല്ല പറഞ്ഞത്, എൻ്റെ വിശ്വാസ രീതി അറിയാവുന്നത് കൊണ്ട് സഹകരിച്ചു. എന്നേക്കാൾ ഒത്തിരി അനിൽ കൊടുത്തോട്ട ഭാഷ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹകരണവും പ്രവർത്തനവും. അപ്പോൾ നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കണം ഒരുവിധം. അപ്പോൾ ഇത്രയധികം പ്രവർത്തിക്കാൻ ഏതൊരു മനുഷ്യനും കഴിയുന്ന കാര്യമുള്ളൂ. പക്ഷേ അതിര് കടന്ന് നമുക്ക് പോകാനും പ്രവർത്തിക്കാനും കഴിയണം. നമ്മുടെ ബോർഡറിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം. മനസ്സിലായില്ലേ? ഇനി അത് കഴിയുന്ന എന്തുകൊണ്ടാണ്? നമ്മളെക്കുറിച്ചുള്ള ദുരഭിമാനം നമ്മൾ കാത്തു സൂക്ഷിക്കാതിരിക്കുമ്പോഴേ നമുക്കതിന് കഴിയും. അതല്ല ഇതാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതും കൊണ്ടാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ ജീർണിച്ച് കഴിഞ്ഞു. ചിലപ്പോൾ പുതിയതായിട്ട് വന്നൊരു സഭ കാണുമായിരിക്കാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെയും ജീർണത ആരംഭിക്കും. ഈ ലോകത്തിൽ അവർ സ്വത്ത് സമ്പാദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരും ഈ ജീർണതയിലോട്ട് ചെന്നപ്പെടും. അതുകൊണ്ട് അവരെ മാതൃകയാക്കണ്ട, അവരെ ശ്രദ്ധിക്കണ്ട. ക്രിസ്തുവിനെ മാതൃകയാക്കാം, ക്രിസ്തു പറയുന്ന ദൈവവചനം സ്വീകരിക്കാം. അതുമായിട്ട് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് പ്രശംസിക്കാൻ വകയുള്ളത് ക്രിസ്തു മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ക്രിസ്തുവിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പ്രശംസിക്കാൻ ഇടയാകണം. നമ്മളെക്കുറിച്ച് നാലിടത്ത് പറയാൻ കഴിയണം അവർക്ക്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൗരഭ്യം നമ്മളിൽ നിന്ന് പരക്കുക. മനസ്സിലായില്ലേ? ഒരു വിശ്വാസിയായാലും രണ്ട് വിശ്വാസിയായാലും നമ്മളെക്കുറിച്ച് നല്ല വർത്തമാനം പറയാൻ കഴിയണം. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്, ക്രിസ്തുവിൽ നമ്മൾ പിൻപറ്റുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ പിൻപറ്റുമ്പോൾ നമുക്ക് വന്ന മാറ്റത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് നമ്മുടെ ജീവിത പങ്കാളിക്ക് പറയാൻ കഴിയണം. ചിലപ്പം നമ്മുടെ സാന്നിധ്യത്തിൽ ചിലപ്പോൾ പറഞ്ഞില്ലെന്നിരിക്കും. കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു ഭയം കാണും. ഇനിയിപ്പം പിറ്റേ ദിവസം പിന്നെയും പഴയ സ്വഭാവം കാണിച്ചാലെന്നുള്ള ഭയം കാണും. എന്നാലും ആ സാന്നിധ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പറയും. ഇതാ നമുക്ക് വരേണ്ട മാറ്റം. പലപ്പോഴും നമുക്ക് ആ സ്വന്തം വീട്ടിൽ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ നമുക്കൊരു പ്രയാസം കാണും. അതൊരു കാലം കഴിഞ്ഞാൽ വലിയ പ്രയാസമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളോട് നമ്മുടെ പെരുമാറ്റം മാറ്റുക, ഇതൊക്കെ വലിയ പ്രയാസമാണ് പലർക്കും. എന്ന് പറഞ്ഞാൽ അവരോട് ആ ഗൗരവം വിട്ട് കഴിഞ്ഞാൽ അവർ തലയിൽ കയറുന്നൊക്കെയുള്ള ഒരു തോന്നൽ പലർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. തക്ക സമയത്ത് ഓരോന്നിനും കൃത്യമായിട്ട് ഈ 2 അടി വെച്ച് കിട്ടിയിരുന്നെങ്കിലോ? ആ ദൈവം നിങ്ങളെ നോക്കുന്ന പോലെ നിങ്ങൾ പിള്ളേരെ നോക്ക്. സൗകര്യങ്ങൾ മുഴുവൻ കൊടുക്കാനല്ല ഇത് പറയുന്നതിൻ്റെ അർത്ഥം. അവർ ചോദിക്കുന്ന മുഴുവൻ കൊടുക്കുക എന്നുള്ളതല്ല. അവരെ കൂടെ നമ്മൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ ഇതൊരു സംഗതിയോടെ പറഞ്ഞിട്ടേ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ള, എന്നാലും ഒന്ന് ആവർത്തിക്കാം. ലോകകപ്പ് ഫുട്ബോൾ കാണാനുള്ള ഭ്രാന്തിൻ്റെ ഇടയിലാണ്
ഞങ്ങളുടെ വിവാഹം ആ സമയത്ത് നടക്കേണ്ടി വന്നത്. അന്ന് എല്ലാ വീട്ടിലും ടി വി ഇല്ല, ഞങ്ങളുടെ വീട്ടിലും ടി വി ഇല്ല. അന്ന് എനിക്ക് തോന്നുന്നത് കെൽട്രോണിൻ്റെ ഏറ്റവും ചെറിയ കളർ ടി വി വാങ്ങിക്കണമെങ്കിൽ ഒരു 14,000 രൂപ എങ്ങാണ്ട് വേണം. അന്നൊക്കെ ഒരു വലിയ തുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടത്. ഒരു RDX RX 100 വാങ്ങിക്കാവുന്ന അത്രയും പൈസയൊക്കെ മതി. അപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കാണാൻ അത്രത്തോളം താല്പര്യം. ലോകകപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു മാച്ചും വിടാതെ 4 ഗെയിമൊക്കെ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് അടുത്ത ദിവസം ക്ലാസ്സിന് പോയ ദിവസങ്ങളുണ്ട്. ഏറ്റവും ആദ്യം കേരളത്തിൽ ഇതിൻ്റെ റിലേ നടക്കുമ്പോൾ 4 ഗെയിം ഒരു ദിവസം നടക്കും രാത്രി. 4ാമത്തെ ഗെയിം കഴിയുമ്പോൾ രാവിലെ 5:15 6 മണിയോ അങ്ങോട്ടാവും. ഇത് 4 നിര കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. ടി വി നമുക്ക് ഓണാക്കി തന്നവൻ 3 ഉറക്കം കഴിച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ നമ്മൾ പോകാതിരിക്കുക. പിന്നെ ഇവിടെ വന്ന് ലോകകപ്പ് കാണാൻ ഒരു ടി വി വാങ്ങിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി വലിയ വിലയൊന്നും ഉള്ളതല്ല കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു 25,000 പഴയ ടി വി വാങ്ങിച്ചതാണ്. പിള്ളേർക്കത് ദോഷമാണെന്ന് മനസ്സിലായി. ഞങ്ങൾ പോകുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ ചാനലിലും അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ദിവസം വന്ന് ഇത് പതുക്കെ എടുത്ത് താഴെ റോഡിലോട്ട് കൊണ്ടങ്ങ് വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ ആരും എടുത്തുകൊണ്ടങ്ങ് പോയി. പിന്നീട് പിള്ളേർ പ്രാപ്തിയാകുന്നത് വരെ ഞങ്ങൾ വേൾഡ് കപ്പ് ഞാൻ വേൾഡ് കപ്പ് കണ്ടിട്ടില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇത് വേണ്ടാന്ന് വെച്ചത് അവരിൽ കുറച്ച് വായനയും അതുപോലെ അറിവിന് വേണ്ടിയുള്ള മറ്റു താല്പര്യങ്ങളും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വീട്ടിലെന്താ പൂർണ്ണ സ്വാതന്ത്ര്യം. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സന്തോഷം പ്രത്യേകിച്ച് ആർക്കും ഉണ്ടെന്നുള്ള പരാതി അവർക്കുമില്ല, നമുക്കുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം അങ്ങോട്ട് ക്രമീകരിച്ച് വെച്ച് അവരെ അതിലോട്ട് കൊണ്ടുവരികയും. ദൈവത്തിന് സ്വാഗതം. ഞാൻ സന്ദർഭവശാൽ കുട്ടികളുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ പ്രശംസ ക്രിസ്തുവിലാണ്. നമ്മളെക്കുറിച്ചുള്ള പ്രശംസയും ക്രിസ്തുവിനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മളെക്കുറിച്ച് ഒരാൾ പ്രശംസിക്കുന്നുണ്ടോ അതോ വേദനിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങളെ ശുശ്രൂഷിക്കുന്നവർ, ഞാൻ ഒരാൾ മാത്രമല്ല, ഇവിടെ ശുശ്രൂഷിക്കുന്ന പലരുമുണ്ട്. അവരും ഇതിൻ്റെ റിസൾട്ടുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓരോ സമയത്തും ഇതിനെക്കുറിച്ച് ഭാരപ്പെടുന്നവരാണ്. എനിക്കറിയാം. ഇപ്പോൾ 2 സ്മോൾ ഗ്രൂപ്പിലും വൈകിട്ട് അവരുടെ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് ഒരു വചനം കൊടുത്തേച്ച് അവർ കാത്തിരിക്കുക. ഒരു ചാപ്റ്ററിൻ്റെ 10 വാക്യം കൊടുത്തേച്ച് 10 പേര് വരുമെന്ന് നോക്കിയിരിക്കുക. 7 പേര് വന്നിട്ടില്ല. അപ്പോൾ ഈ 7 വാക്യം എന്ത് ചെയ്യണം? ഈ പറഞ്ഞവൻ സംസാരിക്കണം. അത് പറഞ്ഞവൻ്റെ ഉത്തരവാദിത്വമായിപ്പോയി. എല്ലാവരും നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവരല്ലേ, എല്ലാവരും നിങ്ങളെപ്പോലെ കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ. അവർക്കും സമയത്തിൻ്റെ പരിധിയുണ്ട്. അപ്പോൾ ഈ ഭാരം ഒരുമിച്ച് വഹിച്ചാൽ എന്താ, അവർക്കും തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉണ്ടാവും. ഒരാൾ വന്നില്ലെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന ആ സമയത്ത് അവരുടെ വാക്യം കഷ്ടിച്ചൊപ്പിച്ചുകൊണ്ടായിരിക്കും ഇവർ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ പടുത്ത ഒരു 7 വാക്യം കൂടെ കിട്ടിയാലോ. ദൈവത്തിന് സ്വാഗതം. നിങ്ങളെ നടത്തുന്നവരത് ഭാരത്തോടെ ചെയ്യാതിരിക്കാൻ വഴികൾ കാണും. ദൈവത്തിന് സ്വാഗതം. പ്രായോഗികമായ ബുദ്ധിമുട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ദൈവത്തിന് സ്വാഗതം. രോഗാവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്, മറ്റ് ജോലിയുടെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും ഇടയ്ക്ക് നമുക്കൊരാഗ്രഹമെങ്കിലും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ആ പ്രവൃത്തി അതിനോട് ശരിയാണോ ഇല്ലെന്നൊന്നും ഞാൻ വിവേചിക്കുന്നില്ല. ഒരു കേരളത്തിലെ കൺവെൻഷൻ്റെ ഇടയ്ക്ക് തട്ടുകട നടത്തുന്ന ഒരാളിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ജനത്തിനെല്ലാം ചായ അഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമായിട്ട് വന്ന ഒരാളിനെ കുറിച്ച്. ഞാൻ അത്രയും ഒരു ആഗ്രഹത്തെക്കുറിച്ചൊന്നും, എല്ലാവർക്കും ചായ അടിച്ചു കൊടുക്കുന്ന ആഗ്രഹത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്നാലും നിങ്ങളായിരിക്കുന്ന ഫെലോഷിപ്പ്, അത് ഇവിടെ ആയിക്കോട്ടെ ലോകത്തെവിടെ ആയിക്കോട്ടെ, അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു പങ്ക് നിങ്ങളും ആഗ്രഹിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കും. ഒരു സമർപ്പണം മതി. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വളർച്ച വന്നാൽ അത് ഈ ഫെലോഷിപ്പിനും നിങ്ങളായിരിക്കുന്ന ഇവിടെ നിന്നല്ല, നിങ്ങളായിരിക്കുന്ന ഫെലോഷിപ്പിനും ദൈവത്തിൻ്റെ സഭയ്ക്കും പ്രയോജനമാകുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കാം എന്നുള്ള ഹൃദയത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ട്, കർത്താവെ ഈ ഫെലോഷിപ്പിന് ചില കാര്യങ്ങൾ വേണം, അതിന് എനിക്കും ഒരു പങ്ക് വഹിക്കാൻ ആഗ്രഹമുണ്ട്, ദൈവം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളും അതിൻ്റെ കൂടെ വളരും. നിങ്ങളുടെ ഫെലോഷിപ്പും വളരും, കൂടെ ദൈവത്തിൻ്റെ സഭയും വളരും. ഇങ്ങനെ ഒരു സ്വപ്നം വെച്ച് ദൈവസന്നിധിയിലോട്ട് പ്രാർത്ഥിക്കുന്ന കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? സുവിശേഷത്തിൻ്റെ വർധനവിനായിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ലോകത്ത്. പ്രവർത്തിക്കാത്തവരും ഉണ്ട്.
അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുക, അതിനോടൊപ്പം പ്രവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്കും സഭയെക്കുറിച്ച് ഒരു പ്രശംസ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെ ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക് വരാനിടയായി എന്ന് പ്രശംസിക്കാൻ നമുക്കും കഴിയണം. അവരുടെ നിലനിൽപ്പ് കാണുമ്പോൾ വീണ്ടും അവരെക്കുറിച്ച് പ്രശംസിക്കാൻ നമുക്ക് കഴിയണം. ഈ സമയത്ത് നമ്മളെക്കുറിച്ചും മറ്റുള്ളവർ പ്രശംസിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ഫലം കായ്ക്കുന്നുണ്ട്. നമ്മുടെ പ്രശംസ എന്നും ക്രിസ്തുവാണ്. നമ്മിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നിലനിൽപ്പിൽ നമ്മൾ ചിലരൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. കുടുംബത്തിൽ പറഞ്ഞത്, അതുപോലെ മറ്റു പല പ്രശംസകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നും നമ്മുടെ പ്രശംസയല്ല. ഇത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രശംസകളാണ്. കാര്യം, കുടുംബത്തിൽ പറന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ഫ്രെയിം എല്ലാവർക്കും ഉണ്ടായിരിക്കാം. പലർക്കും പലതാണ്. എനിക്ക് ആ ഫ്രെയിം ഉപയോഗിക്കുന്നത് താല്പര്യമുള്ള കൂട്ടത്തിലല്ല. കാരണം ആ ഫ്രെയിം ഇല്ലാത്ത ഒരാൾ അതിനെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ടാവും. ചിലർ പറയാറുണ്ട്, നല്ല തന്തയ്ക്ക് ജനിക്കണമായിരുന്നു. സംസാരം ഉണ്ടാകുമ്പോൾ പറയുന്ന വാക്കുകളാണ്. സുവിശേഷകന്മാർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകുമ്പോൾ ഇതിലും വലിയ ഭാരമേറിയ വാക്കുകളാണ് പറയുന്നത് കേട്ടോ. ഇതൊന്നും നമ്മുടെ തിരഞ്ഞെടുപ്പുകളല്ല. നമുക്ക് തിരഞ്ഞെടുപ്പില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ അഭിമാനിക്കുകയും മറ്റൊരാളെ വേദനിപ്പിക്കുകയും ചെയ്യാനൊന്നും ഒരിക്കലും ശ്രമിക്കരുത്. വളരെ സൂക്ഷ്മതയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അത് വീട്ടിനകത്തും അതെ, വീട്ടിന് പുറത്തും അതെ. വിവാഹം കഴിച്ചതുകൊണ്ട് ഭാര്യയോടും ഭർത്താവിനോടും പരസ്പരം എന്തും പറയാമെന്നുള്ള വ്യാമോഹം ആരും ഉണ്ടാക്കിയെടുക്കരുത്. അത് ആർക്കും നല്ലതല്ല. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിനകത്ത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം വെളിവാകുവാനുള്ള സ്ഥലമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ 2-3 കെമിക്കലുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാകേണ്ട സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവെ പ്രശംസിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.